ഇപ്പോൾ വരുന്നൊരു വാർത്ത. ആലുവ അതുൽ കൊലപാതക കേസിൽ പ്രതികൾ സഞ്ചരിച്ച വാഹനം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. മുണ്ടക്കയത്തെ ഹോട്ടലിന് മുന്നിലാണ് ഇപ്പോൾ സ്വിഫ്റ്റ് കാർ കണ്ടെത്തിയിരിക്കുന്നത്. ടോബി ജോൺസൺ വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ടോബി, എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? ഉന്മേഷ്, നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം, ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത്, ഇവർ ബാക്കിയുള്ള പ്രതികൾ, പിടിയിലാകാത്ത പ്രതികൾ രക്ഷപ്പെട്ടു എന്ന് പറയുന്ന സ്വിഫ്റ്റ് കാർ കോട്ടയം ജില്ലയിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നു. കോട്ടയം മുണ്ടക്കയത്ത് നിന്നാണ് ഇത് കണ്ടെത്തിയെന്നുള്ള വിവരം കൂടിയാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ അന്വേഷണം നടത്തിയിരുന്നു. കോട്ടയം ജില്ലയിലേക്ക് ലായ്ക്കാട് എന്ന് പറയുന്ന പ്രദേശം വഴി ഇവർ കടന്നതായിട്ട് CCTV ദൃശ്യങ്ങളടക്കം പോലീസിന് ലഭിച്ചിരുന്നു. അത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ വാഹനം കണ്ടെത്തിയത്. പക്ഷേ ഈ പ്രതികളെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളൊരു വിവരമാണ്, വാഹനം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയെന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അവിടെ നിന്ന് പ്രതികൾ എങ്ങോട്ട് പോയി എന്നത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത ഇടുക്കി ജില്ലയിൽ അടക്കം വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു. കോട്ടയം ജില്ലയിൽ വലിയ പരിശോധന നടന്നിരുന്നു. പ്രധാനമായിട്ടും മണിമല, അതുപോലെ തന്നെ മുണ്ടക്കയം പോലെയുള്ള മേഖലകളിലേക്ക്, ഈ ലായ്ക്കാട് നിന്നും കോട്ടയം ജില്ലയിലേക്ക് പ്രവേശിച്ച് അവിടെ നിന്നും പോകാൻ സാധ്യതയുള്ള വഴികളിലെല്ലാം തന്നെ പോലീസ് പഴുതടച്ചുള്ള അന്വേഷണമാണ് നടത്തിക്കൊണ്ടിരുന്നത്. രാത്രിയിലും നിലവിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ വിശദമായിട്ടുള്ള പരിശോധന നടത്തി. അതിന്റെ ഒടുവിലാണ് ഇപ്പൊ മുണ്ടക്കയത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.